ഹലോ, ഞാൻ പിന്നെ വന്നേക്കാണ് ഒരു ലഞ്ച് റെസിപ്പി ആയിട്ട്. നമ്മൾ തൊട്ട് മുന്നത്തെ വീഡിയോ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കണ്ടത്. ഇത് അന്ന് തന്നെയുള്ള ലഞ്ച് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ലഞ്ച് കുറച്ച് ഡിഫറെൻ്റ് ആക്കാമെന്ന് വിചാരിച്ചു. എന്നത്തെയും പോലെ ചോറും കറിയും ഫിഷൊന്നുമല്ല. ഇന്ന് രാവിലെ കുറച്ച് ഹെവി ആയിരുന്നുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ ഗോതമ്പ് പുട്ടായിരുന്നു. അപ്പം ലഞ്ച് കുറച്ച് ഈസി ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കുറച്ച് ബിരിയാണി റൈസ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ലെമൺ റൈസ് വയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് റൈസൊക്കെ കഴുകിയെടുത്ത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചു. പിന്നെ ഞാൻ ഓൾറെഡി വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് നെയ്യും കൂടെ ഇട്ടു, നമ്മുടെ റൈസൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് കുതിർത്ത് വെച്ചിരുന്ന വെള്ളം തിളച്ച് കഴിഞ്ഞപ്പോൾ കുതിർത്ത് വെച്ചിരുന്ന അരി ഇട്ടിട്ടുണ്ട്. ഇത് എൻ്റേതായിട്ടുള്ള ലെമൺ റൈസാണ്. അതിൻ്റെ കറക്റ്റ് വേ ഓഫ് ലെമൺ റൈസൊന്നുമല്ല. എല്ലാ ഐറ്റംസൊന്നും എൻ്റെ കയ്യിലില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ വിചാരിച്ചു കുറച്ച് പൊട്ടറ്റോ ഉണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് പൊട്ടറ്റോ ഫ്രൈയും കൂടെ ആക്കാമെന്ന് വിചാരിച്ചു. പൊട്ടറ്റോ ഞാനിങ്ങനെ ക്യൂബായിട്ടാണ് അരിഞ്ഞത്. ജസ്റ്റ് ഒരു സിമ്പിൾ ഫ്രൈ. കട്ട് ചെയ്ത് വെച്ച പൊട്ടറ്റോയിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ടു, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു, പിന്നെ കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് കോൺഫ്ലോറും ഇട്ടിട്ടുണ്ട്. മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചു. അപ്പോഴേക്കും നമ്മുടെ റൈസ് റെഡി ആയിട്ട് ഒരു 90% കുക്കായിട്ടുണ്ട്. ഓക്കെ, റൈസൊക്കെ വാർത്ത് വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് പൊട്ടറ്റോ ഫ്രൈ ചെയ്യാം. ഇതിൽ നമ്മൾ എക്സ്ട്രാ ആയിട്ട് കുറച്ച് കോൺഫ്ലോർ ഇട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ കുറച്ച് മൊരി കിട്ടും കേട്ടോ. നല്ലൊരു ക്രിസ്പി ആവും. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. പൊട്ടറ്റോ കുക്കാവുന്ന സമയത്ത് നമുക്ക് റൈസ് ഒന്ന് മിക്സ് ചെയ്യാം. ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ചു, അതിൽ കടുകിട്ട് പൊട്ടിയതിന് ശേഷം ഞാൻ കുറച്ച് നമ്മുടെ ഉഴുന്ന് ഇടുന്നുണ്ട്. ആക്ച്വലി ഇതിന് കുറച്ചധികം സാധനങ്ങളൊക്കെ വേണം. ഉഴുന്ന് ഇടാം, അതുപോലെ നമ്മുടെ കപ്പലണ്ടി ഇടാം. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് വെച്ച് മാത്രമാണ് കേട്ടോ ഞാനിന്ന് പ്രിപ്പയർ ചെയ്യുന്നത്. ഞാൻ ഉഴുന്നിട്ടതിന് ശേഷം അതൊരു ഗോൾഡൻ ബ്രൗൺ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നമ്മുടെ ഗ്രൗണ്ട് നട്ടും കൂടി ഇട്ട് കൊടുക്കാം, പക്ഷേ എൻ്റെ കയ്യിലതില്ലായിരുന്നു. അതിനുശേഷം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്, കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് റൈസ് മിക്സ് ചെയ്യാം. നമ്മൾ എണ്ണയിൽ വഴറ്റുന്ന സമയത്തായിരുന്നു പച്ചമുളക് ഇടേണ്ടത്, പക്ഷെ ഞാൻ മറന്നുപോയി. പിന്നെ ഇപ്പം ഇട്ടാലും സാരമില്ല, കാരണം നമ്മളെന്തായാലും കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കുമല്ലോ, അപ്പോൾ പച്ചമുളകിൻ്റെ ഫ്ലേവർ ഒന്ന് വന്നാൽ മതി. അത് കഴിഞ്ഞ് റൈസും കൂടി ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം നമ്മുടെ നാരങ്ങ നീര് അതിലേക്ക് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ ഇത് ലഞ്ചിനൊക്കെ നല്ലൊരു ഈസി റെസിപ്പി അല്ലേ. ഒരുപാട് ടൈമൊന്നും എടുക്കാണ്ട് നമുക്ക് ഒരു മടിയുള്ള ദിവസങ്ങളിൽ വയ്ക്കാൻ പറ്റിയ ഒരു ഈസി റെസിപ്പിയാണ് ഇത്. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് എൻ്റേതായിട്ടുള്ള രീതിയിലാണ് ചെയ്തത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പൊട്ടറ്റോ ഇങ്ങനെ ഫ്രൈ ചെയ്തപ്പോൾ സാധാരണ ഫ്രൈ ചെയ്യുന്നതിനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ ഒരു കോൺഫ്ലോറിൻ്റെ ക്രിസ്പിനെസ്സും എല്ലാം കൂടെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു ലഞ്ച് റെസിപ്പി ഇഷ്ടപ്പെട്ടവർ ദയവായി എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.